അതിനെനിക്ക് സതീശനോട് കടപ്പാടുണ്ട് കേട്ടോ. സതീശൻ നമ്മൾ പറയല്ലോ വീട്ടു ചോര കണ്ട കാര്യം നടക്കുന്നു. നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മൂപ്പര് നടക്കൂലെന്ന് പറഞ്ഞോ ഞാൻ അപ്പ കയ്യടിക്കും, നടക്കുന്ന ഉറപ്പാ. ഞങ്ങളെ നാട്ടിലൊരു കൂട്ടരുണ്ട് കേട്ടോ, നമ്മളെ മുസ്ലിം ലീഗ്. ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഇല്ല, ഞങ്ങളെ നാട്ടിലുണ്ട്. അവർക്കൊണ്ട് പൊതുവെ ഞങ്ങൾ പറയാ കക്കുക നക്കുക മുക്ക. ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാ. ഇപ്പൊ മഹിളാ അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം, സമത്വം, സ്ത്രീ വിമോചനം എന്നാ. ഡിവൈഎഫ് ആണെങ്കിൽ എന്താ മറന്നുപോയല്ലോ. പക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഇപ്പൊ 3 വാക്ക: കക്കുക നക്കുക മുക്കുക. എനിക്ക് പേടിയാവും. ഒരു ദുരന്തം വന്നാൽ എന്റെ നെഞ്ചിന്റെ കൂടി ഒരു സാധനമാണ് പോകും. കാരണം എന്താ, പിന്നത്തെ വെള്ളിയാഴ്ച പള്ളീന്റെ മുമ്പിൽ ബക്കറ്റിട്ട് ഈ പഹയന്മാരുണ്ടാവേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ ഇപ്പൊ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് ചെയ്ത കൊടിയ ചതി ചെറുതൊന്നുമല്ല. അവിടെ ഒരു പൈസ പിരിച്ച പൈസ ഇവിടെ. അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാൻ അതിൽ ഞങ്ങൾ വീക്കാണോ? നിങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ചോദിച്ചോളി, മാത്തമാറ്റിക്സിൽ ഞങ്ങൾ വീക്കാണ്. സാധുക്കളാണ്, കണക്ക് കൂട്ടാൻ അറിയില്ല. ഈ പൈസ ഒക്കെ കൂടി കൂട്ടുമ്പോ പിന്നെ ഇവരെന്താ കാട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ ബക്കറ്റിൽ നിന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടു, എനിക്കറിഞ്ഞൂടാ. ഈ പൈസക്ക് ഒരു കണക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ കവളപ്പാറയിൽ 12 ലീഗർക്ക് ഇവര് വീടുണ്ടാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുരന്തത്തിൽ പെട്ടതല്ല. ഈ ദുരന്തത്തിലൊന്നും പെടാത്ത 12 ലീഗർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ 28 സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് ഇപ്പൊ വാഴകൃഷി നടത്തുകൊണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയാ. ലീഗിനെ വിശ്വസിക്കൽ ഞങ്ങളെ നാട്ടിൽ ആരാ അറിയോ? ലീഗേര് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തട്ടിപ്പ് നടത്തിയാലും ബേജാറില്ലാത്തത് കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പെട്ടിട്ടുണ്ടാവില്ല. ലീഗ് അങ്ങനെ ഒരു വഴിക്ക് തട്ടിപ്പ് നടത്തി പോകുന്നു. രാഹുൽ മാങ്കൂട്ടം, ഞാൻ അതിന്റെ വിഷയം പറഞ്ഞു വെറുതെ നാവ് കേടുവരും കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ പക്ഷെ എന്തായിരുന്നു തുളുമ്പല്. ആ സ്മാർട്ട് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു ഓവർ സ്മാർട്ട് ആകണ്ട. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആകരുത്. നിങ്ങളെ നാട്ടുകാരനല്ലേ ഒപ്പം നിൽക്കണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡിയെ കണക്ക് പഠിപ്പിച്ച മാഷയൊന്ന് കിട്ടിയാൽ ചൂരൽ കൊണ്ട് 2 പൊട്ടിക്കാമായിരുന്നു. കുറക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മളെ നരേന്ദ്രമോദിന്റെ ഒരു കത്ത് സഖാവ് പിണറായി വിജയന് വന്നത്. ആ കത്തിന്റെ ആദ്യത്തെ 3 വരി ഇങ്ങനെ വായിക്കുമ്പോ ആദ്യത്തെ പാരഗ്രാഫ് എന്റെ ഉമ്മ കണ്ട അൽഹംദുലില്ലാ എന്ന് പറയും. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്, ആ വീടുകൾ 5 ലക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിൽ 25,000 വരുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് നിങ്ങൾ 4 ലക്ഷം കൊടുക്കുമ്പോ 72,000 റുപ്യ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തരാം. തെറ്റുണ്ടാ? രണ്ടാമത്തെ പാരഗ്രാഫില് അങ്ങനെ നിങ്ങള് ആ വീടുണ്ടാക്കിയിട്ട് അതിന്റെ കുടിയിരിക്കൽ നിങ്ങൾ എന്താ പറയാ, ഹൗസ് വാമിങ്, അത് നടത്തുമ്പോ കോളിംഗ് ബെല്ലിന്റെ മുകളിലായി എന്റെ മോന്ത സോഫിയാന്റെ അല്ല നരേന്ദ്രമോദിയുടെ മോന്ത സീല് ചെയ്തു വെക്കണം എന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വന്നത്. അപ്പൊ തിരിച്ച് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് കത്ത് എഴുതിയിട്ട് പറഞ്ഞു, മലയാളികൾ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. ഒരു ഉദ്ഘാടനം ചെയ്ത വീടിനും ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല. EMSന്റെയും AKGയുടെയും പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല. അഭിമാനത്തോടെ മലയാളികൾ ആ വീടിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട അങ്ങയുടെ 72,000 രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് ഭരിക്കാം. ഗൂഗിൾ ഉണ്ടല്ലോ, ആ ഗൂഗിളില് എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഏത് മനുഷ്യനായാലും പാർട്ടി ഏതുമാകട്ടെ, ആ മനുഷ്യര് ലോകത്ത് 5 ലക്ഷം വീട് ആ നാട്ടിലെ ജനതക്ക് ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോന്ന് ഒന്ന് തപ്പി നോക്കി. ഇന്ത്യ രാജ്യത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് 5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോന്ന് പരിശോധിക്കേ. ഇല്ലല്ലോ. ഏത് ചരിത്രം ഈ നാടിനകത്ത് RSS വെട്ടിമാറ്റാൻ നോക്കിയാലും ആ വെട്ടിമാറ്റുന്ന എല്ലാ ചരിത്രവും കേരളത്തിന്റെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന അന്തസ്സോടെ പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിനകത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ഗവർണർമാര്
നിയമിക്കുന്ന ഗവർണർമാർക്ക് BJP-യിലെ സുരേന്ദ്രനും ആ വിഞ്ഞത്ത് കുമ്മനടിച്ചു പോയിരുന്ന ചങ്ങായി ഉണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരനും ഇതൊക്കെ ഒന്ന് മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ട് പഠിക്കണം. ഗവർണറുടെ ചുമതല എന്താണ് അത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ സിലബസിനകത്ത് ഉൾപ്പെടുത്തി പഠിച്ചിട്ട് വരണം. ഒരമ്മ എന്നുള്ള നിലയിൽ കുറച്ചു ദിവസമായി രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ കണ്ണെപ്പോഴും നിറയുന്നത് കാണുമ്പോൾ എൻ്റെ മകള് ചോദിക്കും, എന്താണ് കുറച്ച് ദിവസമായല്ലോ, എന്താണ് ഉമ്മാക്ക് പറ്റിയത്? സത്യത്തിൽ എൻ്റെ കണ്ണ് നിറയുന്നത് നമ്മൾ ആ സമയത്താണ് ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് മൊബൈലില് വന്ന വാർത്തകൾ കാണുന്ന സമയത്ത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ കരയാതിരിക്കാൻ ആർക്കാണ് കഴിയുക? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പിന്തുണയോടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം പലസ്തീനില് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു രംഗം കണ്ടപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഭക്ഷണത്തിന് വേണ്ടി ഗസയിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരിയരിയായി നിൽക്കുന്ന സമയത്ത് അവർക്കിടയിലേക്ക് ഇസ്രയേൽ ബോംബിടുകയും അതിന്റെ ഭാഗമായി ധാരാളം ശരീരങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നതിനിടയിൽ ഒരു കുട്ടിയോട് മാധ്യമപ്രവർത്തകൻ പേടിയോടുകൂടി കരയുന്ന കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഈ ഭക്ഷണം കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളെയും കൂടി കൊല്ലണമെന്ന് അവരോട് പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും ജീവിക്കാനുള്ള കൊതി ഞങ്ങളിൽ കൂടും എന്നതാണ് പറഞ്ഞത്. ആ ഇസ്രയേലുമായി എത്രയോ കാലമായി ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഇവരോടൊന്നും ചേരാതെ നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അതിന് ചെറിയ മാറ്റം വരുത്തിയത് കോൺഗ്രസിന്റെ നരസിംഹറാവു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് അധികാരത്തിൽ വന്ന BJP 10 വർഷം പിന്നിട്ട് 12ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അമേരിക്കയെ ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് അവരുടെ മുഴുവൻ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ്. അമേരിക്ക ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ 6 ഡിമാൻഡുകൾ വെച്ചപ്പോ ആ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോ ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മോട് തന്നെ പുച്ഛം തോന്നുകയാണ്. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, അമേരിക്കയുടെ ചങ്ങാതിമാരെ മുഴുവൻ ഇന്ത്യയും ചങ്ങാതിമാരാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, ആ ചങ്ങാതിമാരുമായിട്ട് മാത്രമേ ഇന്ത്യ ഇനി വ്യാപാര ബന്ധവും നയതന്ത്ര ബന്ധവും പുലർത്താൻ പാടുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി പറയുന്നത്, കാശ്മീർ പോലെയുള്ള വിഷയങ്ങൾ ഇന്ത്യക്കകത്ത് ഉയർന്നു വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ മധ്യസ്ഥ ചർച്ചയിലെ ഇടനിലക്കാരനായി ട്രംപിനെ കൂടെ കൂട്ടണം എന്നുള്ളതാണ്. നാലാമതായി, അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്ക ഏത് തമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന സമയത്ത് റാൻ മൂളിക്കൊണ്ട് ഇന്ത്യ അതിനെ പിന്തുണക്കും എന്നതാണ്. ഇന്ത്യയുടെ മാർക്കറ്റുകൾ മുഴുവൻ നികുതിയില്ലാതെ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ രാജ്യത്തെയും അമേരിക്കയുടെ അടിമയാക്കി കൊണ്ടുപോകുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്ത് നിന്ന് ഭരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാളെ മറ്റൊരു ഗസയാകാതിരിക്കാൻ, മറ്റൊരു പോരാട്ട ഭൂമിയാകാതിരിക്കാൻ നമുക്ക് വലിയ പോരാട്ടം സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നും ഈ ഒരു സമയത്ത് അതൊന്ന് സൂചിപ്പിച്ചു പോകുക എന്ന് മാത്രം ഉദ്ദേശിച്ചാണ് ആമുഖമായിട്ട് അത് സൂചിപ്പിച്ചത്. ഇവിടെ സംസാരിച്ചവരെല്ലാം രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കുറിച്ച് സംസാരിച്ചു. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, മതനിരപേക്ഷത എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിനകത്തും മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനകത്തും ഇടപെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലിരുന്നത് തീരുമാനിക്കരുത്. അത് തീരുമാനിക്കാൻ അതിന് കമ്മിറ്റികളുണ്ട്. പള്ളിയുടെ നേർച്ച വരുന്ന സമയത്ത് അത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നല്ല. ക്രിസ്ത്യൻ ചർച്ചിലെ പള്ളി പെരുന്നാളിന്റെ ഡേറ്റും അതെങ്ങനെ നടത്തണമെന്നും തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ ഓഫീസിൽ വെച്ചിട്ടല്ല. അതിൽ ഞങ്ങൾ ഇടപെടാറില്ല. പക്ഷെ ഞങ്ങൾ എപ്പോൾ ഇടപെടും? അങ്ങനെ പള്ളി പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും നേർച്ചയും നടത്താൻ അതത് മതവിശ്വാസികൾ ഒരുങ്ങി അതിന്റെ സജ്ജീകരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും വർഗീയ സംഘടനകൾ അതിനെതിരായി നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ രംഗത്ത് വന്നാൽ, ഇന്ത്യക്കകത്ത് രംഗത്ത് വന്നാൽ, ഞങ്ങൾ കമ്മിറ്റി കൂടി അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാറുണ്ട്.
അല്ലാതെ ഞങ്ങളുടെ രാഷ്ട്രീയം മതത്തിനകത്തോ മതം രാഷ്ട്രീയത്തിനകത്തോ ഇടപെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കാറില്ല. മതനിരപേക്ഷതയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് നിലമ്പൂരില് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒമാനിൽ ജോലി ചെയ്യുക. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരു ദിവസം ഒരു കുറിപ്പ് പങ്കുവെച്ചു. ആ കുറിപ്പിനകത്ത് പറഞ്ഞു, എന്റെ ഉമ്മ നബീസുമ്മ മരണപ്പെട്ടിരിക്കുന്നു, എന്റെ ഉമ്മയുടെ കബറിടം വിശാലമാക്കി കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നതാണ് പറഞ്ഞത്. തീർച്ചയായും മതനിരപേക്ഷ രാഷ്ട്രം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്തും ശ്രീധരനും നബീസുമ്മ എന്ന രണ്ട് പേരുകൾ ടാലിയാകാത്തത് കൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ ഒമാനിലെ വീട്ടിലെത്തിയിട്ട് ശ്രീധരനെ കണ്ടു. അപ്പൊ ശ്രീധരൻ പറഞ്ഞു, ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും എൻ്റെ അമ്മ ചക്കിയും ചെറിയ ഒരു കുടിലിനകത്ത് ദാരിദ്ര്യമാണെങ്കിലും വളരെ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു. അതിനിടക്കാണ് എൻ്റെ അമ്മക്ക് പനി പിടിപെട്ട് 5-ാം ദിവസം എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോകുന്നത്. അമ്മയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടുമുറ്റത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പോ എൻ്റെ രണ്ട് സഹോദരിമാർ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ അകത്തേക്ക് പോയി ചായക്ക് വെള്ളം വെച്ചത് തിളപ്പിച്ചപ്പോഴാണ് അതിലിടാനുള്ള തേയില ഞാൻ ആ അടുക്കള മുഴുവൻ പരതിയിട്ടും കാണുന്നില്ല. വളരെ വിഷമത്തോടു കൂടി ആ തിളപ്പിച്ച പഞ്ചസാരയിട്ട വെള്ളം ആറ്റിക്കൊണ്ടുവന്ന് എൻ്റെ രണ്ട് സഹോദരിമാർക്ക് കൊടുത്ത് കോലായിയുടെ തിണ്ണയിൽ പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി അവരെ രണ്ടുപേരുടെയും തല എൻ്റെ മടിയിലേക്ക് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഇലകൾക്കിടയിലൂടെ ഒരു അനക്കം കേൾക്കുകയാണ്. വല്ല പാമ്പോ മറ്റുമാണ് എന്ന് പേടിച്ചുകൊണ്ട് സഹോദരിമാരെ തട്ടി ഉണർത്തി അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് രണ്ട് രൂപങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത്. ഒന്ന് തൊട്ടടുത്ത വീട്ടിലെ നബീസുമ്മയും രണ്ടാമത്തത് അവരുടെ ഭർത്താവായ മദ്രസയിലെ അധ്യാപകനായ അബ്ദുൽ ഹസീസുമായിരുന്നു. രണ്ടുപേരും വന്ന് ഓല കൊണ്ടുണ്ടാക്കിയ ആ വാതിൽ കയറുകൊണ്ട് കെട്ടി സൂക്ഷിച്ച് ഈ രണ്ട് സഹോദരിമാരുടെ കയ്യ് നബീസുമ്മയും ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയുടെ തോളിലേക്ക് അബ്ദുൽ ഹസീസും കൈയിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരെ കുളിപ്പിച്ച് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഉറങ്ങാൻ പറഞ്ഞു. പിറ്റേ ദിവസം എണീറ്റ് വീണ്ടും ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവരുടെ പാഠപുസ്തകങ്ങൾ എടുത്ത് അവരുടെ വസ്ത്രങ്ങളിൽ നല്ലത് മാത്രം നോക്കിയെടുത്ത് അവരെ കൊണ്ടുവന്ന് അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ചേർത്ത് ആ വീടിനകത്ത് അവരെ താമസിപ്പിച്ച് മക്കളെപ്പോലെ വളർത്തി അവരെ വിവാഹം കഴിപ്പിച്ച് ജോലിയാക്കി കൊടുത്ത എൻ്റെ ഉമ്മയാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കാൻ പ്രാർത്ഥിച്ചത് എന്ന് ശ്രീധരൻ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ നാടിന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ സ്നേഹക്കടലിനെയാണ് രണ്ടായി കീറി മുറിച്ചുകൊണ്ട് അവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എന്ന് വെവ്വേറെയാക്കി പരസ്പരം പോരടിപ്പിക്കുന്നതിനു വേണ്ടി RSSും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ വല്ലാതെ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നേരിട്ടേ മതിയാകൂ. ആ നേരിടാൻ ഈ നാട്ടിൽ ചങ്കുറപ്പോടെ ഇന്നും നിൽക്കുന്ന പ്രസ്ഥാനമാണ് പാഠ്യത്തിന്റെ ചെങ്കൊടി പ്രസ്ഥാനം എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ ഈ നാടിനോട് പറയുകയാണ്. നമുക്കതിനെ എതിർത്തേ മതിയാകും. അത് മാത്രം ഒരു ഭാഗത്ത് നരേന്ദ്രമോദി വന്നപ്പോ ഈ ചെറുപ്പക്കാരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, 2 കോടി തൊഴിലവസരങ്ങൾ തരാം. അപ്പൊ ഞാൻ ഇന്നസെന്റ് ചിരിച്ച പോലെ ലോട്ടറി കിട്ടുമ്പോ ഒരു ചിരി ഉണ്ടല്ലോ, അടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാത്തിക്കുക. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ സ്ത്രീശബ്ദം കിട്ടാത്തതിന്റെ പേരിൽ പോസ്റ്റുമാനെ തെരഞ്ഞു പോകുമ്പോ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കാം. റിട്ടയർഡായ മുഴുവൻ ചെറുപ്പക്കാരെയും, നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യനിലയും ആയുർദൈർഘ്യവും നോക്കിയ റിട്ടയർ ചെയ്യുന്ന മനുഷ്യരെ വീണ്ടും അതേ തസ്തികകളിൽ കോൺട്രാക്ട് ബേസിൽ നിയമിച്ച് പുതിയ ജോലി തേടുന്ന DYFIക്കാരന്റെയും KSUക്കാരനും അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരനും ജോലിയില്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് പോകുന്നുണ്ട്. അപ്പോ അവിടെ പട്ടിണി മാറ്റണമെങ്കിൽ തൊഴിൽ വേണം. ആ തൊഴിലെടുക്കാൻ പോകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ബജറ്റിൽ നിന്നും 86,000 കോടിയായി വെട്ടിച്ചുരുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡിയെ കണക്ക് പഠിപ്പിച്ച മാഷയൊന്ന് കിട്ടിയാൽ ചൂരലുകൊണ്ട് 2 പൊട്ടിക്കാമായിരുന്നു. കുറക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് തൊഴിലുറപ്പിലെ ബജറ്റിനകത്ത് വെട്ടിക്കുറക്കുന്നു, തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിക്കുറക്കുന്നു. തൊഴിലുറപ്പ് ദിനങ്ങളും ബജറ്റിനകത്തെ പണവും വെട്ടിക്കുറച്ചുകൊണ്ട് മൂപ്പര് കടന്നു പോവുകയാണ്. പോഷകാഹാരം കിട്ടാതെ ഈ നാടിനകത്ത് 50% വരുന്ന സ്ത്രീകളും കുട്ടികളും ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അവർക്ക് പോഷകാഹാരം കൊടുക്കേണ്ട അംഗനവാടിയിലെ ICDS വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല. ജോലി വെട്ടിക്കുറക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതിയുടെ ബജറ്റ് വെട്ടിക്കുറക്കുന്നു,
തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിക്കുറക്കുന്നു. ICDS അംഗനവാടിയിൽ കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ വെട്ടിക്കുറക്കുന്നു. രാസവളത്തിന്റെ സബ്സിഡി ഇല്ലാതെയാക്കുന്നു. അങ്ങനെ വെട്ടിക്കുറക്കുന്നതിനിൽ ഒരു കൂട്ടർക്ക് അദ്ദേഹം കുറച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അവരടക്കേണ്ട നികുതി പണവും കുറച്ചു കൊടുത്തുകൊണ്ട് കുറക്കാൻ മാത്രം അറിയാവുന്ന ഒരു പ്രധാനമന്ത്രി RSSും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. സ്ത്രീകളെ രക്ഷിക്കാമെന്നാ പറഞ്ഞത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കാം, പെൺകുട്ടികളെ രക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. വിജയരാഘവൻ സഖാവ് സൂചിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഈ പാഠ്യത്തിന്റെ മണ്ണിലൂടെ നമ്മുടെ ഏതെങ്കിലും സഹോദരിയെയോ നമ്മുടെ ഭാര്യയെയോ മകളെയോ അമ്മയെയോ പൂർണ്ണ നഗ്നയാക്കി RSSന്റെ പ്രവർത്തകർ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തോണ്ടിയും പിച്ചിയും ആക്രമിച്ചും കളിക്കുമ്പോ വാവിട്ട് നിലവിളിക്കുന്ന സഹോദരിയെ ഈ റോട്ടിലൂടെ കൊണ്ടുപോകുന്ന ഒരു നാടായി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മാറും എന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? അത് പാഠ്യത്തിന്റെ മണ്ണിൽ നടക്കാത്തത് കേരളത്തിനകത്ത് സഖാക്കൾ ഉണ്ടായത് കൊണ്ടാണ്. മണിപ്പൂരിനകത്ത് നടന്നിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ലോകമാകെ ചുറ്റി സഞ്ചരിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി മണിപ്പൂരിന്റെ മണ്ണിലേക്ക് പോയപ്പോ വീടുകളിൽ നിന്നും അലയടിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പറഞ്ഞു, ഗോ ബാക്ക്, അങ്ങ് തിരിച്ചു പോകണം എന്നുള്ളതാണ്. ഞാൻ അതിന്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്രമ പരമ്പരകളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വൈര്യമില്ലാത്ത നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളം എങ്ങനെ മികച്ചതാകുന്നു എന്നതിന്റെ ഉത്തരം പല പേര് പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിനകത്ത് നവോത്ഥാന കാലഘട്ടത്തിനകത്ത് പട്ടിയും പൂച്ചയും നടന്നു പോകുന്ന റോഡിലൂടെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത നാടിന്റെ പേരായിരുന്നു കേരളം. ഇപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് എന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെയായിരുന്നു. 60 വയസ്സുള്ള മനുഷ്യനെ കൊണ്ട് 13 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ഈ 60 വയസ്സുകാരൻ 63ാമത്തെ വയസ്സിൽ മരിച്ചു പോയാൽ 16ാമത്തെ വയസ്സിൽ വെള്ളസാരിയെടുത്ത് വീടിന്റെ അകത്തളത്തിൽ അതിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വിവാഹ ചടങ്ങിൽ പോലും നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെ അകത്തളത്തിൽ വീർപ്പുമുട്ടിയിരുന്ന സ്ത്രീയുടെ നാടിന്റെ പേരായിരുന്നു കേരളം. പൊതുകിണറ്റിൽ നിന്നും അവനവന് കുടിക്കാൻ വെള്ളമെടുക്കാൻ രാത്രി 2 മണിവരെ 3 മണിവരെ കാത്തിരിക്കേണ്ട മനുഷ്യരുടെ നാടായിരുന്നു കേരളം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പഞ്ചമിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി തിരിച്ചു പോരുന്ന സമയത്ത് ആക്രമിക്കുക മാത്രമല്ല, ആ സ്കൂളിന് തീയിട്ട നാടിന്റെ പേര് കൂടിയായിരുന്നു കേരളം എന്ന് പറയുന്നത്. ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പനെയും വൈക്കത്തപ്പനെയും ഒന്ന് തൊഴാൻ പോകുന്ന സമയത്ത് താഴ്ന്ന ജാതിയിൽ പിറന്നു എന്ന കാരണത്താൽ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് തൊഴുതു മടങ്ങേണ്ട മനുഷ്യരുടെ നാടിന്റെ പേരായിരുന്നു കേരളം. ആ കേരളത്തിലാണ് നവോത്ഥാന പ്രസ്ഥാനം അരങ്ങേറിയത്. സ്വാഭാവികമായും നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. നമുക്ക് മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ ബോംബെയുണ്ട് ഇവിടെ, തമിഴ്നാടുണ്ട് ഇവിടെ. ജ്യോതിറാവ് ഫുലെയും EV രാമസ്വാമി നായ്ക്കരും ഒക്കെ നയിച്ച നവോത്ഥാന പ്രസ്ഥാനമുള്ള മണ്ണിൽ ഇപ്പോഴും 2 ഗ്ലാസ്സിൽ മാറി വെള്ളം കുടിക്കേണ്ട സ്ഥിതി നമ്മുടെ അയൽപക്കത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു തമ്പുരാന്റെ മുന്നിലും അവനവന്റെ കീശക്കകത്ത് ചായ കുടിക്കാൻ പണമുണ്ടെങ്കിൽ രാജാവ് മുന്നിൽ നിന്ന് വന്നാലും ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എണീക്കാതെ അന്തസ്സോടെ കഴിച്ച് പൈസ കൊടുത്ത് ഇറങ്ങിപ്പോകാവുന്ന നാടായി ഈ കേരളത്തെ മാറ്റിയത് ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരായി ഈ കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി നിലവിൽ വന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 57-ൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാത്ത ഇന്ത്യ രാജ്യത്തിനകത്തൊരു സംസ്ഥാനം ആദ്യമായി ഇടതുപക്ഷം ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്, EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിനകത്തുള്ള ഒരു നിയമമുണ്ടായിരുന്നു, കുടിയിറക്കൽ നിരോധന നിയമം. തമ്പുരാന്റെ പറമ്പുകളിൽ ജോലി ചെയ്യുന്ന അടിയാളൻ 2 ദിവസം പനിച്ചു കിടന്നാൽ അടിയാളനെയും കുടുംബത്തെയും ആ കുടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് പുതിയ ജോലിക്കാരനെ ജന്മി ആ കുടിലിലേക്ക് കയറ്റുന്ന സമയത്ത് എവിടേക്ക് പോകണമെന്നറിയാതെ പ്രയാസപ്പെട്ടിരുന്ന മനുഷ്യരുണ്ടായിരുന്ന നാട്ടിലാണ് 57-ലെ EMSന്റെ ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞു, ഒരു ജന്മിയുടെ പറമ്പിൽ നിന്നും ഒരടിയാളനെയും ഇടക്കി വിടാൻ ഒരു കുടിലിൽ നിന്നും നിങ്ങൾക്ക് അധികാരമില്ല എന്ന് നിയമം മൂലം പറഞ്ഞ നാടിന്റെ പേരാണ് കേരളം. അത് പറഞ്ഞ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷം എന്നുള്ളത്.
രണ്ടാമത്, ഞങ്ങളുടെ നാട്ടിലാണ് വണ്ടൂര് എന്ന് പറയുന്ന സ്ഥലം. വണ്ടൂരുള്ള ചാലപ്പുറത്ത് കുഞ്ഞലവി മുസ്ലിയാർ സഖാവ് EMS കാണാൻ വന്നിട്ട് ഏലംകുളത്തെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, സഖാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളി ഒന്ന് പുതുക്കി പണിയണം. നമ്മുടെ EMS കരുതിയത് പൈസ ഇല്ലാഞ്ഞിട്ടാകും, പണം ഞാൻ തരാം. EMS പറഞ്ഞു, പണം വേണ്ട സഖാവേ, പണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ നാടിനകത്ത് ആരാധനാലയങ്ങൾ ഉണ്ടാക്കാനോ ഉള്ളത് പുതുക്കി പണിയാനോ ഒന്നും സാധിക്കാത്ത കരിനിയമമുണ്ട് സഖാവേ, അതൊന്ന് മാറ്റിത്തരാൻ കഴിയുമോ എന്ന് ചോദിച്ച് അടുത്ത നിയമസഭ കൂടുമ്പോ EMS കൈവിരൽ കൊണ്ട് ഒപ്പിട്ട് ഈ നാടിനകത്ത് നിരോധിച്ച നിയമത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ കരിനിയമം എന്ന് പറയുന്നത്. ആ നേട്ടങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാൽ എനിക്കിന്ന് ഇവിടുന്ന് പോകാൻ പറ്റൂല. പ്രീതെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 57 ഗവൺമെന്റ്, ആ 57 ഗവൺമെന്റിന് 59 പിരിച്ചുവിട്ടു ഇവര്. എന്തിനാണ് പിരിച്ചുവിട്ടത്? ഈ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് MSPക്കകത്ത് പ്രവേശനം നൽകിയത് കൊണ്ടോ? ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയതിന്റെ പേരിലോ? മാനേജ്മെന്റ് സ്കൂളുകളിൽ പണം കൊടുത്ത് ജോലിക്ക് പോയ അധ്യാപകന് മാനേജറുടെ വീട്ടിൽ അടുക്കള വേലക്കാരനായി നിർത്തി തേങ്ങ പൊളിപ്പിച്ച മാങ്ങ വാങ്ങിപ്പിച്ച് കുട്ടികളെ കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സ് അലക്കിപ്പിച്ച് ശമ്പളം പോലും കൊടുക്കാതെ മാനേജ്മെന്റ് സ്കൂളിനകത്ത് അധ്യാപകരെ പീഡിപ്പിക്കുന്ന സമയത്ത് ആ സ്കൂളുകളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് അഭിമാനത്തോടെ അധ്യാപകൻ എന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കാൻ ഇടതുപക്ഷം തയ്യാറായതിന്റെ പേരിലാണോ പിരിച്ചുവിട്ടത്? ആ പിരിച്ചുവിട്ടപ്പോ അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, നമ്മളന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം പറഞ്ഞ ഒരാളുണ്ട്. അമേരിക്കയിലെ ഇന്ത്യയുടെ അംബാസിഡറായി പ്രവർത്തിച്ച ഡാനിയൽ പാട്രിക് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുസ്തകമായ ഡേഞ്ചറസ് പ്ലേസിൽ പറഞ്ഞു, ഞങ്ങള് ഈ കേരളത്തിന്റെ ഭരണം പിരിച്ചുവിടുന്നതിന് വേണ്ടി അമേരിക്ക ധാരാളം പണം നൽകിയിട്ടുണ്ട്. അന്ന് നമ്മളെടുത്തൊരു മറ്റൊരു തീരുമാനമുണ്ട്. കുറെ ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് മിച്ച ഭൂമിയായി. ആ മിച്ച ഭൂമി മുഴുവൻ ഈ കേരളത്തിലെ ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് വീതിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ച് നിയമം കൊണ്ടുവരാൻ നിൽക്കുമ്പോഴേക്കും നമ്മളെ ഭരണത്തെ പിരിച്ചുവിട്ടു മറ്റൊരു വന്നു. അവരെന്താ ചെയ്തത്? മറക്കരുത് നമ്മള്. ഇപ്പോ കോൺഗ്രസ് ഒക്കെ ഇതൊക്കെ ഒന്ന് പറയണം നാട്ടിലെ ജനതയോട്. നിങ്ങൾ എന്താ ചെയ്തത്? ആ മിച്ച ഭൂമികൾ പാവപ്പെട്ട ജനതയ്ക്ക് വീതിച്ചു കൊടുക്കുമെന്ന് മനസ്സിലായപ്പോ നിങ്ങൾ അതിനകത്ത് മറ്റൊരു നിയമം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, ആ ഭൂമി മുഴുവൻ ഇഷ്ടദാനമായിട്ട് എഴുതിയെടുക്കാം. വീട്ടിലെ പട്ടിയുടെയും പൂച്ചന്റെയും പേരിൽ വരെ ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ച് പിന്നീട് ഞങ്ങൾ 67 ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ നോക്കുന്ന സമയത്ത് അന്ന് തീരുമാനിച്ച ഭൂമിയുടെ 13% മാത്രമേ ഈ നാട്ടിലെ പാവപ്പെട്ട ജനതക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള വേദന നമ്മൾ പങ്കുവെക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ഗവൺമെന്റ് വന്നു. അടുത്ത ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ നാടിനകത്ത് പെൻഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അത് നമ്മളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, വൈകുന്നേരം കള്ളുടിക്കാൻ പോകാനാണ്. ആ പെൻഷൻ ഇപ്പൊ 1600 രൂപയാണ്. ആ 1600 രൂപ 2 മാസം ഇപ്പൊ മുടങ്ങി. അന്നാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മളെ നാട്ടിലെ മനുഷ്യര് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞു, എങ്ങനെ തോൽക്കാതിരിക്കുക, 2 മാസത്തെ പെൻഷൻ കൊടുത്തോ. എന്തേ കൊടുക്കാനത് നമ്മൾ പറഞ്ഞില്ല. 91,000 കോടി ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ നികുതി തറവാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തറവാട്ടിലെ മുത്തശ്ശനായ നരേന്ദ്രമോദി മക്കൾക്കത് അവരുടെ അവകാശമെടുത്ത് തിരിച്ചു കൊടുക്കേണ്ടിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നമുക്ക് തിരിച്ചു തരാതെ സാമ്പത്തികമായി ഞെരുക്കി ഈ ഭരണത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൻഷൻ കിട്ടാതെ പോയത് എന്ന് നമ്മൾ ആരും പറഞ്ഞില്ല. പകരം എന്താ പറഞ്ഞത്? 2 മാസം തന്നില്ലല്ലോ. 600 ഉള്ളത് 1600 ആക്കുമ്പോ 32 ലക്ഷത്തിൽ നിന്നും 62 ലക്ഷമാക്കിയിട്ട് ഉയർത്തിയിരുന്നു കേട്ടോ. ആ 62 ലക്ഷത്തിൽ ആരാ വന്നത്? ആൺകുട്ടികളുള്ള അമ്മക്കും അച്ഛനും പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ആ മക്കളുണ്ടെങ്കിലും നോക്കണം എന്നില്ല. ഇപ്പൊ ഈ പെൻഷൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മക്കോ മക്കളെല്ലാ ദിവസവും 50 ഉറുപ്പ്യ കൊടുത്തെടുക്കണ്ട? കൊടുക്കലുണ്ടാ? ഞാൻ ചോദിക്കണില്ല, തലാട്ടണ്ട. കൊടുക്കാറുണ്ടാ? ഭാര്യക്ക് ഭർത്താവ് കൊടുക്കാറുണ്ടാ? വീട്ടില് ഒരു പണിയില്ല എന്നവര് പറയാം. ആയിക്കോട്ടെ, കൊടുക്കാറുണ്ടാ?
പക്ഷെ എല്ലാ ദിവസവും 62 ലക്ഷം പേർക്ക് 50 രൂപ മാറ്റിവെച്ച് ഒരു മാസം കഴിയുമ്പോൾ 1500 രൂപയാകുമ്പോ അതിന്റെ കൂടെ പ്ലസ് 100 ചേർത്ത് നിങ്ങളുടെ വീടിന്റെ പടിക്കൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മുറ തെറ്റാതെ ഇടുന്ന ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ളത്. നരേന്ദ്രമോദിയുടെ ബജറ്റിൽ അത് കാണൂല. നരേന്ദ്രമോദിയുടെ ബജറ്റിൽ ആരോഗ്യത്തിന് വെച്ചിരിക്കുന്ന പണം എത്രയറിയോ? 1.5%. പക്ഷെ അത് മതിയിട്ടാ. കോവിഡ് വന്നപ്പോ വല്ല പൈസക്കും ചെലവുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞത്? വാർപ്പിന്റെ മേലെ കയറി 2 പാത്രം എടുത്തിട്ട് ഒപ്പന കളിച്ചാൽ ഈ മഹാമാരി പോകുന്നു പറഞ്ഞാൽ 1.5% മതി എന്ന് അതിന്റെ അർത്ഥം. പൈസക്ക് ചെലവുണ്ടോ? ഇപ്പൊ കേരളത്തിൽ നിപ്പ വന്നൂലേ? കോഴിക്കോട് പേരാമ്പ്രയിൽ വന്നു, 18 ആളിൽ 16 പേരും മരിച്ചു. അതിനുശേഷവും ഇടക്കിടക്ക് നിപ്പ വന്നു. 5 രൂപന്റെ മാസ്ക് ആരും വാങ്ങിയിട്ടില്ല. അത് മാത്രല്ല, 18 ആളിൽ 16 പേർ മരിച്ചപ്പോ മാവുന്നിങ്ങനെ മാങ്ങ തുരുതുര അടർന്നു വീഴുന്ന സമയത്ത് മക്കള് പോകുമ്പോ വവ്വാലിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പേരൊക്കെ വീഴുമ്പോ പറഞ്ഞു. ഫ്രൂട്ട്സ് കടകൾ മുഴുവൻ അടച്ചുപൂട്ടി. അതിനുശേഷവും നിപ്പ വന്നപ്പോ എന്തേ കേരളത്തിലെ മനുഷ്യര് പേടിക്ക? കൂത്തുപറമ്പ് ഏരിയക്ക് വരൂല എന്ന് പറഞ്ഞ നിപ്പ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തേക്ക് നിപ്പ വരൂല നമ്മളോട് പറഞ്ഞോ? ഇല്ല, നമ്മൾ ഇട്ടിട്ടില്ല. എന്റെ മലപ്പുറത്തൊക്കെ ഇടക്കിടക്ക് വന്നു. അത് എന്താ ഇടാത്തത്? അങ്ങനെ വന്നാൽ ആ രോഗി പോയ വഴികൾ അന്വേഷിച്ച് അവരുമായി സമ്പർക്കം പുലർത്തിയവരെ ക്വാറന്റൈനിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും മരുന്നും ചികിത്സയും ഉൾപ്പെടെ നടത്തി ആ രോഗിയെയും അതിന്റെ കൂടെ സമ്പർക്കം പുലർത്തിയവരെയും അവരുടെ ആയുസ്സിനെ രക്ഷിച്ച് ആരോഗ്യത്തെ രക്ഷിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാ വന്നത്? അന്ന് എന്റെ 16 പേര് മരിച്ചത് എന്നാലോചിച്ച. ആ 16 പേര് മരിക്കാൻ കാരണം അത്തരം ഒരു രോഗം കണ്ടെത്താനുള്ള സംവിധാനം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്തസാമ്പിളുമായി ബോംബെയിലെ പൂനെയിൽ പോയി അതിന്റെ പരിശോധനാ ഫലം 15 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പലരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചത്? എന്നെങ്കിലും വരുന്ന നിപ്പക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കണ്ടല്ല എന്നല്ല തീരുമാനിച്ചത്. പകരം ഒരു മലയാളിയെപ്പോലും മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ആലപ്പുഴയിൽ സ്ഥലം വാങ്ങി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് പരിശോധന രക്തം കൊടുത്തയച്ചാൽ 2 ദിവസം കൊണ്ട് റിസൾട്ട് കൊണ്ടുവന്ന് ഈ നാട്ടിലെ മനുഷ്യരെ ആ രോഗത്തിന് ചികിത്സ നൽകി രക്ഷപ്പെടുത്തുന്ന നാടായി കേരളത്തിലെ ഗവൺമെന്റ് മാറുക. PHC മുഴുവൻ വൈകുന്നേരം വരെയായി. എൻ്റെ ഉമ്മ പണ്ട് എന്നെ PHC കൊണ്ടായ ഒരു ഓർമ്മ ഉണ്ട്. ഡോക്ടറെ ഞാൻ അന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഒരു നേഴ്സ് ജനവാന്റെ ഉള്ളിൽ കൂടി തുറച്ചിങ്ങനെ നോക്കും. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് അവർക്ക് ദേഷ്യം. ശമ്പളം കൊടുക്കുന്നുണ്ടാവൂല, എനിക്കറിയില്ല. എൻ്റെ ഉമ്മ അസുഖം പറഞ്ഞാൽ ഇവരൊരു ഡപ്പയിൽ ഇങ്ങോട്ട് കൈയിട്ടിട്ടൊരു ഇളക്കല. ആ ഇളക്കിയിട്ട് ഒരു പൊതിയിൽ എൻ്റെ ഉമ്മാക്ക് ഗുളിക കൊടുക്കും. എൻ്റെ ഉമ്മ ആകെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്തോ എൻ്റെ ഭാഗ്യം, എൻ്റെ ഉമ്മാന്റെ ഭാഗ്യം, ഉമ്മാക്ക് അത് തലവേദനക്കും തൂറ്റലിനും പനിക്കുള്ള ഗുളിക തിരിച്ചറിഞ്ഞുകൊണ്ട് അപകടം കൂടാതെ പാഠ്യത്വത്തെ സോഫിയ സംസാരിക്കാം. ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ആ PHCയിൽ ഇന്നിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോക്ടർമാരായി, OP എല്ലാ സർവീസുമായി. ഞാൻ നമ്മുടെ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോത്തുകല്ലിൽ പോയപ്പോ അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഡയാലിസിന്റെ ബെൽറ്റ് ഇട്ടിട്ട് വീടിന്റെ ഉമ്മറത്തിരിക്കുന്നുണ്ട്. വോട്ട് ചോദിക്കാൻ ചെന്നപ്പോ അതിന്റെ ചെലവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ, ഇതൊക്കറിയും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ ഈ പ്രയാസത്തെ മറികടക്കുക എന്ന് എന്റെ അനുഭവത്തിൽ അതുള്ളത് കൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ആ മനുഷ്യനോട് ചോദിച്ച് എത്ര രൂപയാകും, എങ്ങനെയാണ് അത് നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന്. അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, സഖാവേ, ഞങ്ങൾക്ക് ബസ്സിന് പോകാനുള്ള പണം മാത്രം മതി. താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അവിടെയാണ് ഞാൻ ചെയ്യുന്നത്. കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്ററുകൾ ഒരുക്കി. അതുമാത്രമല്ല, ദേശീയപാതയിലെ ബ്ലോക്ക് നീക്കാൻ തുടങ്ങി ഗവൺമെന്റിലെ 5600 കോടി കൊടുത്ത് നമ്മളെ ബ്ലോക്കൊക്കെ നീക്കി വിശാലമായ റോഡാക്കി മാറ്റുമ്പോ ഹാർട്ടിന്റെ ഉള്ളിൽ ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം അസുഖം വന്നാൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ എന്നെ പോലെ നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്
അത് പ്രയാസകരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും അതിനുള്ള സൗകര്യം ഒരുക്കി ഗവൺമെന്റ് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബിന്ദു എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണു. വല്ലാത്ത വേദന തോന്നി നമുക്ക്. സ്വാഭാവികമായും ഒരു മെഡിക്കൽ കോളേജ് തകർന്നു വീണാൽ ഒരാൾ മരിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവിടെ ഒരാൾ മരിച്ചത്, ചെറിയ പരിക്കുകൾ ഉണ്ടായത് ആ കെട്ടിടം തകരാൻ പറ്റാവുന്ന നിലയിലായതുകൊണ്ട് പൂട്ടിയിട്ടതിന്റെ ഭാഗമായിട്ടാണ്. ആ പൂട്ടിയിട്ട കെട്ടിടത്തിനകത്ത് എൻ്റെ അമ്മ ഉണ്ട് എന്നൊരു മകൻ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തേ? മൂപ്പരാരോടും പറഞ്ഞില്ല. ഒരു കുഞ്ഞ് എൻ്റെ അമ്മ അതിനകത്തുണ്ട് എന്ന് പ്രതീക്ഷയോടുകൂടി ഈ നാട്ടിലെ മനുഷ്യർ വോട്ട് ചെയ്ത് MLA ആയി തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനോട് പറയുമ്പോ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞ് ഏത് ഭാഗത്തേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കി അതിന്റെ പരിശോധനകൾ ദ്രുതഗതിയിലാക്കി ആ കുഞ്ഞിന് അമ്മയെ തിരിച്ചു കൊടുക്കണമെന്ന ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹം മുണ്ടാണ്ടിരിക്കോ? അദ്ദേഹം ഇപ്പൊ എന്തേ ആലോചിച്ചെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ ഈ ഗവൺമെന്റ് മോശമാണെന്ന് വരുത്തി തീർക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റൂല. ആരോഗ്യരംഗത്ത് നോക്കിയേ, കോവിഡ് വന്നൂലേ? നമ്മളെ നാട്ടില് സാധാരണ ഒരു ചൊല്ലുണ്ട്, ആര് ഭരിച്ചിട്ടും ഒരു കാര്യമില്ല. അതിന്റെ കൂടെ ഒന്നുകൂടിയും പറയും, അവനാൻ അധ്വാനിച്ച അവനവന് ജീവിക്കാം. സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? 2.5 വർഷക്കാലം നമ്മൾ അധ്വാനിച്ച, നിങ്ങൾ നെഞ്ചിൽ കൈവച്ചിട്ട് പറ, ഈ കേൾക്കണ മനുഷ്യന്മാര്, നിങ്ങൾ നേരം ഇവിടെ ഇരിക്കണോലല്ല മൊത്തം, നമുക്ക് പറ്റുമോ? 2.5 വർഷം ഒരു ജോലിക്കും പോകാതെ ഈ കേരളത്തെ മനുഷ്യർ ഈ നാടിനകത്ത് ജീവിച്ചോ? 19ഉം 20ഉം വർഷം ഒരുമിച്ച് ജീവിച്ച ജീവിത പങ്കാളി മരണപ്പെട്ടാൽ പോലും അവസാനമായിട്ട് ആ മുഖത്തൊന്ന് ഉമ്മ വെച്ച് ചേർത്ത് പിടിക്കാൻ നമ്മൾ പോയിട്ടില്ല. നമുക്ക് പേടിയായിരുന്നു. 9 മാസവും 9 ദിവസവും ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച മകനോ മകളോ മരിച്ചാലും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവസാനമായിട്ട് ആ ചേർത്ത് പിടിക്കലിന് നമ്മൾ പോയിട്ടില്ല. നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ കഴിയുന്ന അയൽവാസി വീടിന്റെ ഉമ്മറത്തിലൂടെ കടന്നു വരുമ്പോ വീട്ടിലേക്ക് കയറുമോ എന്ന് പേടിച്ച് കൈകൊണ്ട് വാതിലടച്ചാൽ അവർ കാലുമെന്ന് കരുതി കാലുകൊണ്ട് അറിയാതെ വാതിലടച്ച് അകത്തേക്ക് പോയിരുന്നവരാ നമ്മള്. ആ 2.5 വർഷത്തിൽ കേരളത്തിലെ ഒരു മനുഷ്യൻ പട്ടിണി കിടന്നു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. മറ്റൊരു സംസ്ഥാനത്തിന്റെ അയൽപക്കത്ത് പോയി മലയാളികൾ ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടില്ല നമ്മളൊക്കെ വീടിന്റെ അകത്തിരിക്കുമ്പോഴും ഈ നാട്ടിലേക്ക് ജോലിക്ക് വന്ന അതിഥി സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ പുറത്തിറങ്ങാത്തതിന്റെയും ജോലിക്ക് വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിന്റെയും ഭാഗമായി റോഡരികിൽ പട്ടിണി കൊണ്ട് മരിച്ചു കിടക്കുന്നുണ്ട്, തളർന്നു കിടക്കുന്നുണ്ട് എന്ന വാർത്ത നമ്മൾ കേട്ടില്ല. അകത്തേക്ക് വാതിൽ കിട്ടുമ്പോ ആ നാടിനകത്ത് അലയുന്ന ഒരു ജന്തു മൃഗാദിയും മരണപ്പെട്ടു എന്ന വാർത്ത, ചത്തുമലച്ചു കിടക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടില്ല. അങ്ങനെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച 83 ലക്ഷം കുടുംബങ്ങളെ ഈ നാട് സംരക്ഷിച്ചിട്ടും നമ്മൾ പറയും ആര് ഭരിച്ചിട്ടും ഒരു കാര്യമില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ മോഡിയുടെ ഇടപെടലുണ്ട്. താജ്മഹൽ കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടാ. നമ്മളൊക്കെ ചെറുപ്പത്തില് പ്രണയത്തിന്റെ അടയാളം എന്ന് പറഞ്ഞ താജ്മഹലിന്റെ ഓട്ടോഗ്രാഫും ചില്ലിട്ട താജ്മഹലൊക്കെ. ഇപ്പൊ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ആ താജ്മഹൽ ഒന്ന് പോയി കാണണം. ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. 3 അംഗ സമിതിയെ അന്വേഷണത്തിനായിട്ട് നിയമിച്ചിട്ടുണ്ട്. ആ നിയമിച്ച റിപ്പോർട്ട് നരേന്ദ്രമോദിയുടെ മേശയ്ക്ക് മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ ഒരു പക്ഷേ ആ കെട്ടിടം പോലും തകർത്തു തരിപ്പണമാക്കുന്ന രീതിയിലേക്കാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേദനയോടെ പറയാം. ബാബറിനെ കുറിച്ചും അക്ബറിനെ കുറിച്ചും ഔറംഗസീബിനെ കുറിച്ചും ഷാജഹാനെ കുറിച്ചും ഇന്നും നമ്മുടെ മക്കള് ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കുന്ന ഗവൺമെന്റ്. അതുമാത്രമല്ല, അവര് മുസ്ലിം രാജാക്കന്മാരാണ് എന്നിരിക്കട്ടെ, അത് അവരുടെ ശത്രുവാണ് എന്ന് നമുക്ക് കരുതാം. രണ്ടാമത്, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കരുത് എന്നാണ്.
എന്താ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിപ്പിച്ചാൽ അദ്ദേഹം നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് പഠിക്കുമെന്നുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ കുറിച്ച് പറയുമ്പോ അവിടെ RSSനെ കുറിച്ച് കുട്ടികൾ പഠിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഭാഗമായി ആ പാർട്ടി ഈ രാജ്യത്തിനകത്ത് നിരോധിക്കപ്പെട്ടു എന്ന് പഠിക്കേണ്ടി വരും. ആ നിരോധനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് എടുത്തുമാറ്റി അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചു എന്നത് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം മറക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ആ പാഠങ്ങൾ ഈ നാട്ടിലെ സിലബസിൽ നിന്നും എടുത്തു കളയുകയാണ് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മലബാർ നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ മേഖലക്കകത്താണ്. വലിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും പൊയ്കയിൽ യോഹന്നാനും ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്തും അതുപോലെ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും മമ്പുറത്ത് ഫസൽ പൂക്കോയ തങ്ങളുമൊക്കെ ഈ രാജ്യത്തെ ജന്മിമാർക്കെതിരെ ഈ നാടിനകത്ത് വലിയ സമരമുണ്ടാക്കിയപ്പോ ആ സമരത്തിനകത്ത് അടർന്നു വീണ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കേരളത്തിനും ഇന്ത്യയിലെയും ചരിത്രത്തിനകത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കുന്നവരായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറുമ്പോ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ അത് അനുസരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ കേരളത്തിന്റെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ അഭിമാനമായ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയാണ് നിയമസഭക്കകത്ത് എണീറ്റ് നിന്നിട്ട് ഉറക്കെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞത്. ഏത് ചരിത്രം ഈ നാടിനകത്ത് RSS വെട്ടിമാറ്റാൻ നോക്കിയാലും ആ വെട്ടിമാറ്റുന്ന എല്ലാ ചരിത്രവും കേരളത്തിന്റെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് അന്തസ്സോടെ പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിനകത്തിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടൽ ഗവർണർക്കൊക്കെ പിരാന്താണ്. അതുകൊണ്ടാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകൾ എന്തെല്ലാമെന്ന് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ഗവർണർമാര് നിയമിക്കുന്ന ഗവർണർമാർക്ക് BJPയിലെ സുരേന്ദ്രനും ആ വിഞ്ഞത്ത് കുമ്മനടിച്ചു പോയിരുന്ന ചങ്ങായി ഉണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരനും ഇതൊക്കെ ഒന്ന് മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ട് പഠിക്കണം. ഗവർണറുടെ ചുമതല എന്താണ് അത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ സിലബസിനകത്ത് ഉൾപ്പെടുത്തി പഠിച്ചിട്ട് വരണം. ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഏറ്റവും മുന്തിയ സർവകലാശാലകളിൽ 50 ഈ നാടിനകത്ത് എടുക്കുമ്പോ ആ 50-ൽ 3 ഈ കേരളത്തിനകത്ത് പെട്ടു. ആദ്യത്തെ 15-ൽ 3 കേരളത്തിലെ സർവകലാശാലകളാണ്. അങ്ങനെ മെച്ചപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലാതാക്കുക. ഇപ്പൊ തൊഴിൽ മേളകൾ നടക്കുക. എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടി വളരെ സന്തോഷത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ രാത്രിയാണ് ആ തൊഴിൽ മേളയെ കുറിച്ച് എന്നോട് പറഞ്ഞത്, പക്ഷെ എനിക്ക് ജോലി ശരിയായിട്ടോ. എത്ര കുട്ടികളാണ് ഈ ഗവൺമെന്റ് നടത്തുന്ന തൊഴിൽ മേളകളിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഗൂഗിൾ ഉണ്ടല്ലോ, ആ ഗൂഗിളില് എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഏത് മനുഷ്യനായാലും പാർട്ടി ഏതുമാകട്ടെ, ആ മനുഷ്യര് ലോകത്ത് 5 ലക്ഷം വീട് ആ നാട്ടിലെ ജനതക്ക് ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്നൊന്ന് തപ്പി നോക്കി. ഇന്ത്യ രാജ്യത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് 5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേ. ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ വീട് ഇപ്പോ നാളെയാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഫോർട്ട് കൊച്ചിയില് തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 397ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ വീട് ആരും ചോദിക്കലില്ല. ഈ കുട്ടികളായോ എന്നൊക്കെയാണ് വലിയ ചോദ്യം അല്ലേ. കല്യാണം കഴിഞ്ഞാല് വിശേഷമൊന്നും ആയില്ല, കുട്ടികളായില്ല, 2 കൊല്ലം ആയില്ല. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ നമ്മളെ ബേജാറ് വീടുണ്ടാവണമെന്നാണ്. നമ്മൾ കണ്ണടയുന്നതിന് മുമ്പ് വാടക കൊടുക്കാനില്ലാത്തതിന് പേരിൽ നമ്മളെ മക്കളെ ഇറക്കി വിടാത്ത ഒരു കൂരയുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളിയും ഈ നാടിനകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ആ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നമ്മളെ നരേന്ദ്രമോദിന്റെ ഒരു കത്ത് സഖാവ് പിണറായി വിജയന് വന്നത്. ആ കത്തിന്റെ ആദ്യത്തെ 3 വരി ഇങ്ങനെ വായിക്കുമ്പോ ആദ്യത്തെ പാരഗ്രാഫ് എന്റെ ഉമ്മ കണ്ട അൽഹംദുലില്ലാ എന്ന് പറയും. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്, ആ വീടുകൾ 5 ലക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിൽ 25,000 വരുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് നിങ്ങൾ 4 ലക്ഷം കൊടുക്കുമ്പോ 72,000 റുപ്യ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തരാം. തെറ്റുണ്ടാ?
രണ്ടാമത്തെ പാരഗ്രാഫില് അങ്ങനെ നിങ്ങള് ആ വീടുണ്ടാക്കിയിട്ട് അതിന്റെ കുടിയിരിക്കൽ നിങ്ങൾ എന്താ പറയാ, ഹൗസ് വാമിങ്, അത് നടത്തുമ്പോ കോളിംഗ് ബെല്ലിന്റെ മുകളിലായി എന്റെ മോന്ത, സോഫിയാന്റെ അല്ല നരേന്ദ്രമോദിയുടെ മോന്ത സീല് ചെയ്തു വെക്കണം എന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വന്നത്. അപ്പൊ തിരിച്ച് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, മലയാളികൾ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. ഒരു ഉദ്ഘാടനം ചെയ്ത വീടിനും ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല. EMSന്റെയും AKGയുടെയും പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല. അഭിമാനത്തോടെ മലയാളികൾ ആ വീടിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട അങ്ങയുടെ 72,000 രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് ഭരിക്കുക. ഇപ്പോ ഫോൺ വന്നു. ഫോൺ ഓർക്കുമ്പോ എനിക്ക് ജിജിനെ ഓർമ്മ വരും. വേങ്ങര അസംബ്ലി മണ്ഡലത്തിനകത്ത് ജിജി മത്സരിച്ച സമയത്ത് ജിജിയുടെ കൂടെ ഞാൻ വോട്ട് ചോദിക്കാൻ പോകുമ്പോ എല്ലാ വീട്ടിലും ഞാൻ ശ്രദ്ധിച്ചപ്പോ സോഫേന്റെ ഒരു ഭാഗം കുയ്യ. അപ്പൊ ഇതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിയപ്പോ ഞാൻ ചോദിച്ചു, ഈ ഏരിയയില് എല്ലാ വീടിന്റെ സ്വീകരണ മുറിയിലും ഒരു ഭാഗത്ത് കുഴിയുണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, സോഫിയ, ആ കുഴിയുള്ള ഭാഗത്ത് മാത്രമാവും ആ വീട്ടില് നെറ്റിന് കിട്ടുക, റേഞ്ച് കിട്ടുക. അപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് കുഴിയായതാണ്. ഏതായാലും ഈ കേരളത്തിന്റെ മണ്ണിൽ സ്വന്തമായിട്ടൊരു ഇന്റർനെറ്റ് വരിക, അതിനെനിക്ക് സതീശനോട് കടപ്പാടുണ്ട് കേട്ടോ. സതീശൻ, നമ്മൾ പറയല്ലോ വീട്ടു ചോര കണ്ട കാര്യം നടക്കുന്നു. നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മൂപ്പര് നടക്കൂലെന്ന് പറഞ്ഞോ ഞാൻ അപ്പ കയ്യടിക്കും, നടക്കുന്നു ഉറപ്പാ. എന്ത് വന്നാലും മൂപ്പര് എതിർത്തുകൊണ്ടാണല്ലോ. ആ ഫോൺ വന്നപ്പോ മൂപ്പര് എടുത്തു. ഞങ്ങളെ നാട്ടില് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിന്റെ വീട്ടില് ഈ നെറ്റിപ്പ കുത്തിയിരിക്ക, ഓനെ കണ്ടുകൊണ്ടിരിക്ക. പിന്നെ ഗെയില് വന്നപ്പോ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് ഓർമ്മ. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുകയാണ്, RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുകയാണ്. മനുഷ്യർക്ക് ഇപ്പൊ ഒരു സ്ഥലമില്ല ഇവിടെ. ജമാഅത്തെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ എതിർത്തോണ്ടിരിക്ക. എന്താ എതിർക്കണ്? ഗെയിലിന്റെ പൈപ്പ് അത് നടക്കൂല. നിങ്ങൾക്ക് ഓർമ്മയില്ല? അത് മുക്കത്ത് ജുമാ നിസ്കരിച്ചു. ഞാൻ അന്ന് പൊതുയോഗത്തിനായി കൂടി പോവാ. ഞാൻ വിചാരിച്ചു റോട്ടുമല എന്താ നിസ്കാരം, ഇഷ്ടം പോലെ പള്ളിയുണ്ട്, പുതിയ പള്ളി വരുന്നുണ്ട്. ഇവരെന്തിനാണ് ഈ റോട്ടുമല എന്ന് മനസ്സിലായപ്പോ ഈ നിസ്കാരത്തിന്റെ അവസാനം 8 മദ്രസ പഠിച്ചിരുന്നു കേട്ടോ. നിസ്കാരത്തില് അവസാനം നമ്മൾ പറയാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാ. തിരിഞ്ഞു നോക്കുമ്പോ ഈ പഹയന്മാരെ ബാക്കിൽ ഗെയിലിന്റെ പൈപ്പ് കെടുക്കാം. അപ്പൊ ആ പൈപ്പ് കെടുക്കുന്നത് പറമ്പ് ഏതാന്ന് അന്വേഷിച്ചപ്പോ മൂപ്പര പറമ്പ് ആരാ? ജമാഅത്ത് ഇസ്ലാമിന്റെ പറമ്പ്. ആ പറമ്പിൽ ഗെയിലിന്റെ കമ്പനിക്കാരെടുത്തുനിന്ന് ഈ പൈപ്പ് ഇട്ടീന് തറവാടകയും വാങ്ങി അത് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് അക്കാരം. ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. ഇപ്പൊ ആ പൈപ്പ് വന്ന്, ഗ്യാസ് വന്ന്, ആ പാചകവാതകം വീടിന്റെ അടുക്കള എത്തിയപ്പോ എന്നോട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞു, സഖാബിനെ തെരഞ്ഞിട്ട് കാണാനില്ലാന്ന് ഈ ഗെയിലിന്റെ പൈപ്പേര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നേരം വെളുത്താ പാർട്ടി പരിപാടിയും കാര്യങ്ങളായിട്ട് നടക്കണം, നമുക്ക് പെരെ കുത്തിരിക്കാൻ നേരമില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു 2,000 റുപ്യ അടക്കണം ആ പൈപ്പും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ, അതിനാണ് നിങ്ങളെ കാത്തിക്കണം. ഞാൻ ചോദിച്ചാൽ എന്റെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഇജ്ജ് കൊടുക്ക്. ഇജ്ജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ ആൾക്കാരൊക്കെ നിസ്കരിച്ചതല്ല, ഇജ്ജ് കൊടുക്ക്, അതിന്റെ കൂലി ഇട്ടട്ടേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാറ്റിനെയും എതിർക്കുകയാണ്, ഏത് വികസനത്തെയും എതിർക്കുകയാണ്. ആ വികസനത്തെ എതിർക്കുമ്പോ ഇപ്പോ ഞങ്ങളെ നാട്ടിലൊരു കൂട്ടരുണ്ട് കേട്ടോ, നമ്മളെ മുസ്ലിം ലീഗ്. ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഇല്ല, ഞങ്ങളെ നാട്ടിലുണ്ട്. അവർക്കൊണ്ട് പൊതുവെ ഞങ്ങൾ പറയാ കക്കുക, നക്കുക, മുക്ക. ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാ. ഇപ്പൊ മഹിളാ അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം, സമത്വം, സ്ത്രീ വിമോചനം എന്നാ. DYFI ആണെങ്കിൽ എന്താ? മറന്നുവല്ലോ. പക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഇപ്പൊ 3 വാക്കാ: കക്കുക, നക്കുക, മുക്കുക. എനിക്ക് പേടിയാവും. ഒരു ദുരന്തം വന്നാൽ എന്റെ നെഞ്ചിന്റെ കൂടെ ഒരു സാധനം പോകും. കാരണം എന്താ? പിന്നത്തെ വെള്ളിയാഴ്ച പള്ളീന്റെ മുമ്പിൽ ബക്കറ്റിട്ട് ഈ പഹയന്മാരുണ്ടാവേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ ഇപ്പൊ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് ചെയ്ത കൊടിയ ചതി ചെറുതൊന്നുമല്ല. അവിടെ ഒരു പൈസ പിരിച്ചു. പൈസ പിരിക്കാറുള്ള നാട്ടിലുള്ള സകലമാന പള്ളിയിലും പിരിച്ചു, വീട് കയറി പിരിച്ചു, പോരാത്തിനും ദുബായി പോയിട്ട് പിരിച്ച്. ആ പിരിച്ച പൈസയിൽ 1 റുപ്യ
കവളപ്പാറയിൽ കോണിക്ക് വോട്ട് ചെയ്യണ ലീഗർക്ക് ഇവർ കൊടുത്തിട്ടില്ല. ആകെ 159 വീടാണ് തകർന്നത്. ആ 159 വീടും അവിടുത്തെ സ്നേഹനിധികളായ ചില വ്യക്തികളും നമ്മുടെ ഗവൺമെന്റും കൂടി 159 വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെ താമസിപ്പിച്ച് സുഖമായിട്ട് അവര് കഴിയാം. പിരിച്ച പൈസ ഇവിടെ. അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാൻ അതിൽ ഞങ്ങൾ വീക്കാണോ? നിങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ചോദിച്ചോളി, മാത്തമാറ്റിക്സിൽ ഞങ്ങൾ വീക്കാണ്. സാധുക്കളാണ്, കണക്ക് കൂട്ടാൻ അറിയില്ല. ഈ പൈസ ഒക്കെ കൂടി കൂട്ടുമ്പോ പിന്നെ ഇവരെന്താ കാട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ ബക്കറ്റിൽ നിന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടുപോയി എനിക്കറിഞ്ഞൂടാ. ഈ പൈസക്ക് ഒരു കണക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ കവളപ്പാറയിൽ 12 ലീഗർക്ക് ഇവർ വീടുണ്ടാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുരന്തത്തിൽ പെട്ടതല്ല. ഈ ദുരന്തത്തിലൊന്നും പെടാത്ത 12 ലീഗർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ 28 സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് ഇപ്പൊ വാഴകൃഷി നടത്തുകൊണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയാ. പിന്നെ ലീഗ് നടത്തിയൊരു വയനാടുണ്ട്. ആ വയനാട്ടിലെ ലീഗ് മാത്രമായിട്ട് നമ്മളാ നരേന്ദ്രമോദി ചുരിദാറിട്ട് വന്നത് ഓർമ്മയില്ല ഞങ്ങൾക്ക്? വയനാട് എങ്ങനെയാ നമുക്ക് അങ്ങനെ മറക്കാൻ കഴിയാ? അമ്മമാര് നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാൻ 14 ജില്ലകളിൽ നിന്നും അമ്മമാർ ഓടിയെത്തിയ നാടല്ലേ? ഭർത്താവിനെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട നിസ്സഹായരായ വിധവകളുടെ നാടല്ലേ അത്? ഒരു കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട് പ്രവാസി നാട്ടിൽ വരുന്ന സമയത്ത് ഒരു കുടുംബക്കാരനെയെങ്കിലും പേരിനൊന്ന് ചേർത്ത് പിടിക്കാൻ ഇല്ലാതെയായി പോയ ദുരന്തമല്ലേ? ആ ദുരന്ത ഭൂമികയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പോയിട്ട് അവരിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ചാലിയാറിന്റെ തീരത്തിലൂടെ മയ്യത്തുകൾ ഇങ്ങനെ ഒഴുകുമ്പോ ബാക്കിയുള്ള മൃതശരീരങ്ങൾക്കായി തിരയുമ്പോ ഗർഭപാത്രവും തലയോട്ടിയും കാൽവിരലുകളും കയ്യിന്റെ വിരലുകളും കിട്ടി. അവസാനം അത് DNA പരിശോധന നടത്തിയിട്ട് ശരീരത്തിന്റെ ചെറിയ ഭാഗം മരിച്ചു എന്ന് ഉറപ്പുവരുത്തി കബറടക്കിയ നാടിന്റെ പേരല്ലേ വയനാട്? എങ്ങനെയാ അതിൽ നിന്ന് കട്ടെടുക്കാൻ ഒരു മനുഷ്യന് തോന്നുക? നിങ്ങൾ പറയും. ആ വയനാടിന്റെ മണ്ണിനകത്ത് വല്ലാത്ത പ്രയാസത്തിലാണ്. ചൂരൽമലയിലേക്ക് ഇനിയും ഇങ്ങനെ വിനോദസഞ്ചാരികൾ ആ പ്രദേശം കാണാൻ ചെല്ലുമ്പോ അവർക്ക് മുന്നിൽ അവിടെ ഇപ്പോഴും കിട്ടാത്ത, ശരീരത്തിന്റെ ഒരു ചെറിയ കഷ്ണം പോലും കിട്ടാത്ത 59 മയ്യത്തിന്റെ ഉടമകൾ അവരിങ്ങനെ കരഞ്ഞു കൂപ്പിയിട്ട് വലിയ വാഹനങ്ങളുമായി വന്ന് ഭൂമിക്കടിയിൽ നിൽക്കുന്ന അവരെ വേദനിപ്പിക്കരുതേ എന്ന് കരയുന്ന നാടിന്റെ പേരല്ലേ വയനാട്? ആ വയനാട്ടിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കടന്നു വന്നു. 3 വയസ്സുകാരിയായ കുട്ടിയെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പോകുമ്പോ ആ നാടിനെ സഹായിക്കും എന്നല്ലേ നമ്മളൊക്കെ കരുതിയത്? 1 രൂപ കൊടുത്തോ? 80 ലക്ഷം പിരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് മുസ്ലിം ലീഗ് 40 കോടി പിരിച്ചത്. മുസ്ലിം ലീഗ് പിന്നെ പള്ളിന്നാ പിരിക്കാം. പള്ളിയാണ് അവരുടെ കേന്ദ്രം. ആ കേന്ദ്രത്തിനകത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ 5 വക്ത് നിസ്കാരത്തിന് പോയി സലാം മടക്കി തിരിച്ചിറങ്ങുമ്പോ വയനാടിനെ സഹായിക്കണം എന്ന് പറഞ്ഞൊരു ബക്കറ്റ് നീട്ടിയാൽ ഒരു പക്ഷേ ഒരു ഗതിയുമില്ലെങ്കിലും ആ നിസ്കരിച്ചിറങ്ങുന്ന മനുഷ്യൻ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ വെച്ച 100 രൂപയാണെങ്കിലും ആ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കും. ഈ നാട് അങ്ങനെ മനുഷ്യ സ്നേഹമുള്ള നാടാ. അതുകൊണ്ടല്ലേ എല്ലാ ദുരന്തങ്ങളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവിടെ 40 കോടി ചേർത്തിട്ട് വെറും 30,000 രൂപ ഏറിക്കൊടുത്താൽ 1 സെന്റിന് വിലയുള്ളിടത്ത് 1,22,000 കൊടുത്ത് ലീഗിന്റെ ബന്ധുവിന്റെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല. ലീഗിനെ വിശ്വസിക്കൽ ഞങ്ങളെ നാട്ടിൽ ആരാ അറിയോ? ലീഗേര് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തട്ടിപ്പ് നടത്തിയാലും ബേജാറില്ലാത്തത് കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പെട്ടിട്ടുണ്ടാവില്ല. ആ ലീഗിനെ വിശ്വസിച്ചുകൊണ്ട് ചില കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ വീട് വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ വീട് മതി. കുടുങ്ങിയ കുട്ടികൾ. ഗവൺമെന്റിന്റെ വീടിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ വീട്ടുകാർക്ക് 15 ലക്ഷം രൂപ ഈ കേരളത്തിലെ ഗവൺമെന്റ് വിതരണം ചെയ്തു. ആ 15 ലക്ഷം കൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് പോലെ ഭൂമി വാങ്ങി വീടുണ്ടാക്കാൻ ആ സാധുക്കൾക്ക് കഴിയോ? ആ പണം സ്വാഹ ലീഗ് വീങ്ങി. ആരുടെ പേരിലാ ഭൂമി വാങ്ങിയത്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരില്.
അപ്പൊ ഞാൻ ആലോചിച്ചത് ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് പാലാരിവട്ടം അഴിമതിയിലെ മുഖ്യവീരനായിരുന്ന ആ ചങ്ങായി ഇട്ട 10 ലക്ഷത്തിന്റെ പേരിൽ ബഹുമാന്യനായ മരണപ്പെട്ടു പോയ ഞങ്ങളൊക്കെയും ഈ നാടൊക്കെയും സ്നേഹിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങള് തല കുമ്പിട്ട് ഇഡിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് വരാൻ പോവാ. ജില്ലാ പഞ്ചായത്തിൽ അവിടെ ഒരു ചങ്ങായി ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാ. മൂപ്പര് എന്താ പറഞ്ഞു വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് ആശുപത്രിക്ക് ഉപകരണം വാങ്ങുമ്പോ സ്കൂൾക്ക് പുസ്തകം വാങ്ങുമ്പോ ആ പ്രൊജക്റ്റിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് ഇരട്ടി പൈസ ലാഭം തരാമോ. പൈസ വാങ്ങണം അവിടെ അറിയോ, ജില്ലാ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ. പിടിച്ചപ്പോ എന്താ പറഞ്ഞറിയോ, പാണക്കാട്ടിക്കാണ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയാൽ പിന്നെ ആ സാധുക്കളെ കഥ കഴിഞ്ഞു, പിന്നെ ഒന്നും പറയാൻ പറ്റുമോ. അവരോട് പറഞ്ഞത് നിങ്ങളെ ഇഡിനെ കൊണ്ട് ചോദിപ്പിക്കുന്നു, കാരണം നിങ്ങൾക്ക് എവിടുന്ന് ഈ പൈസ എന്ന് ഇഡി അന്വേഷിക്കും. അപ്പൊ കുറച്ചാൾ ബേജാറായി. രണ്ടാമത് പിന്നെ പ്രയാസം ഉണ്ടാക്കണോലോട് പറഞ്ഞു അടുത്ത ഭരണം കിട്ടുമ്പോ തരാം, നിങ്ങൾക്ക് ഭരണം കിട്ടണം, നിങ്ങൾ ഉണ്ടാക്കിയ കടം വീട്ടാനാ. ലീഗ് അങ്ങനെ ഒരു വഴിക്ക് തട്ടിപ്പ് നടത്തി പോകുന്നു. രാഹുൽ മാങ്കൂട്ടം, ഞാൻ അതിന്റെ വിഷയം പറഞ്ഞു വെറുതെ നാവ് കേടുക കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ പക്ഷെ എന്തായിരുന്നു തുളുമ്പല്. ആ സ്മാർട്ട് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു ഓവർ സ്മാർട്ട് ആകണ്ട. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആകരുത്. നിങ്ങളെ നാട്ടുകാരനല്ലേ ഒപ്പം നിൽക്കണ്. നമ്മുടെ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹെഡ്മാഷ് ഉണ്ട്. ആ ഹെഡ്മാഷ് ഇന്നാളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹെഡ്മാഷ് ഉണ്ട് എന്നാ പറഞ്ഞു. പിന്നെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച സ്കൂളിൽ രാധാകൃഷ്ണ മാഷ് എന്നുണ്ട് ഹെഡ്മാഷ്. 8ലും 9ലും മുഹമ്മദ് മാഷ് എന്നു. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ മൂപ്പർ റിട്ടയപ്പോ അജിത ടീച്ചറിന്റെ ഹെഡ്മാഷായി. ഞാൻ ആ വൈക്ക ചിന്തിക്കും, മറ്റേ ഷാഫി ഹെഡ്മാഷ് എന്ന് പറഞ്ഞേക്കണ ഞാൻ തന്നെ അറിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക. അമ്മാതിരി പോത്തുകൾ നാട്ടിലുണ്ട്. ഈ ചങ്ങായിക്ക് രാത്രിയായ ഉറക്കമില്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കും. എന്താപ്പാ ഫോൺ വിളി, ഉറക്കം വരുന്നുണ്ട്. അവളാ കണ്ണുക്ക് നോക്കിയാൽ അറിയാലോ, ചില വീഡിയോ ഒക്കെ വന്നപ്പോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്, MLA, അങ്ങനെ ഒരു മനുഷ്യൻ പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അത് ചെയ്യും എന്നല്ലേ 100ൽ 99% പെൺകുട്ടികളും വിശ്വസിക്കുക. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ സംസ്ഥാന നേതാവല്ലേ. അത് നാട്ടിലെ കുട്ടികൾ കളിക്കുന്ന കളി കളിക്കാൻ പറ്റുമോ അയാൾക്ക്? ആ പെൺകുട്ടി പറയുന്നുണ്ടല്ലേ ആ വീഡിയോക്കകത്ത് വളരെ കൃത്യമായി, ഇപ്പൊ ഞാൻ വളർത്തിക്കോളാം, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അയാൾ വാക്ക് മാറ്റിയ സമയത്തും ആ കുഞ്ഞിനെ, അതൊരു ഗർഭപാത്രത്തോടുള്ള അമ്മയുടെ അടുപ്പാണ്, ഞാൻ വളർത്താം എന്ന് പറഞ്ഞ മൂപ്പർക്കറിയാം ഭാവിയിൽ ഇതെന്തെങ്കിലും ആയിട്ട് ഉയർന്നു വരുമെന്ന്. അപ്പൊ ഞാൻ ഇല്ലാതാക്കാന്ന് തീരുമാനിച്ചു. ഒന്നൊന്നുമല്ല കേട്ടാ, മൂപ്പർ പല കേസിൽ പെട്ടിരിക്കാം. ആ നിയമസഭയ്ക്ക് വന്നപ്പോ ഒരു ലവ് ലെറ്റർ കൊടുത്തൂല്ലേ പ്രതിപക്ഷ നേതാവ്, മൂപ്പര് പകരം ഒരു ലെറ്റർ സെക്യൂരിറ്റിക്കും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പൊ നടക്കുക യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരു ചങ്ങായി നാട്ടിന് പിന്നെ വേണോ എന്ന് തീരുമാനിക്കും ആ നാട്ടിലെ ജനത. എങ്ങനെയാണ് ആ പാർട്ടിക്കകത്ത് സ്ത്രീകൾ നിൽക്കുക? ഇനി തെറ്റ് ചെയ്തവൻ മാറി നിൽക്കുകയോ ഇപ്പോ അതിനെ തകർക്കാൻ ആ പാവം ഷൈൻ ടീച്ചറെ ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. ഒരാളെ തകർക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവര് ബന്ധു പറഞ്ഞു എന്ന് ഒരു ബോംബ് പൊട്ടാനുണ്ട്. പൊതുപ്രവർത്തന രംഗത്തിറങ്ങുന്ന സ്ത്രീകളെ മേൽ ഇത്തരത്തിലൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2 ഗർഭചിത്രവും 15 മുതൽ 60 വയസ്സ് വരെയുള്ള കിന്നാരവും മറന്ന് ഈ നാട്ടിലെ ജനത അതിന്റെ ഒപ്പം കൂടുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്തേ രാഹുല് ഷൈൻ ടീച്ചറെ പോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിന്ന് ഈ നാടിന്റെ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർ അവർ പരാതി കൊടുക്കാൻ തയ്യാറായപ്പോ അങ്ങൊരു പരാതിയുമായി വരാത്തത്? മോഹൻലാൽ പറഞ്ഞ മാതിരി കുട്ടി മിണ്ടണില്ല. ഇത്ര ദിവസമായിട്ടും കുട്ടി മിണ്ടിയിട്ടില്ല. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം എത്ര മലീമസമായിട്ടാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. ആ രീതിയിലേക്ക് ഒരു നാടിനെ തകർക്കാൻ കോൺഗ്രസ്
ആ കോൺഗ്രസിന്റെ കൂടെ കൂടാൻ RSS, കോൺഗ്രസിന് ശക്തി പകരാൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. SDPI, ഞാൻ അങ്ങനെ SDPIക്കാരെ നോക്കുക, അപ്പൊ പട്ടികൾ കുറെ കൂടിയിട്ടുണ്ട്. ഇവർ പട്ടിനെ വെട്ടുന്നാ പറഞ്ഞിട്ടുണ്ട്. രാവിലെ വരെ പരിശീലനം അങ്ങനെയാണ്. എന്റെ നാട്ടിൽ അത് ഇല്ലാത്തോണ്ടാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിനുള്ള പട്ടികളുണ്ട് രാവിലെ നീക്കുമ്പോ നാട്ടില് പഠിപ്പിക്ക. ആദ്യം വേറെ ആയിരുന്നു സിമി, പിന്നെ NDF, പിന്നെ പോപ്പുലർ ഫ്രണ്ട്. ഓരോന്നിങ്ങനെ പിടിക്കാനാവുന്ന കാണുമ്പോ ഇവര് വഴുതി മാറി ഓന്തിട്ട് നിറം മാറുക. ഇതിപ്പോ പുതിയ പാർട്ടിയായി SDPI. ഇതൊക്കെ ഈ നാടിനെ നശിപ്പിക്കാനാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഈ ദിനത്തിൽ ഈ നാട്ടിലെ ജനതയോട് പറയാനുള്ളത്. മതനിരപേക്ഷതയുടെ കൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഇരിക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വരുന്ന തലമുറക്കും ഇരിക്കാനാകണം. നമ്മൾ ഒരുമിച്ച് പഠിച്ചതുപോലെ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പഠിക്കാനാകണം. നമ്മൾ ഒരുമിച്ച് കളിച്ചതുപോലെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പഠിക്കാനാകണം. നമ്മൾ അമ്പലത്തിലെ ഉത്സവത്തിൽ പോയ പോലെ, നേർച്ചക്ക് പോയതുപോലെ, പള്ളിപ്പെരുന്നാളിന് പോയതുപോലെ, പൊതുയോഗത്തിനകത്ത് പോയതുപോലെ, ജാതിയുടെ മതത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരുമിച്ച് ചേരാൻ നിൽക്കുന്ന ഒരു ഇടമായി ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ സൂചിപ്പിച്ച ഈ നാടിനെ സ്വർഗത്തിന്റെ, ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയ ഇടതുപക്ഷത്തിന്റെ കൂടെ സാക്ഷരത കൊണ്ടുവന്ന, കുടുംബശ്രീ കൊണ്ടുവന്ന, ജനകീയാസൂത്രണം കൊണ്ടുവന്ന, മാവേലി സ്റ്റോർ കൊണ്ടുവന്ന, പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്ന, അങ്ങനെ നേട്ടങ്ങളുടെ പറുദീസ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ വജ്രത്തിളക്കമുള്ള നക്ഷത്രമായിട്ട് കേരളം ഇങ്ങനെ നിൽക്കുമ്പോ ആ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കാൻ എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ നാടിനകത്ത് നിലനിൽക്കുന്ന സമയത്ത് മതനിരപേക്ഷതയുടെ കൊടിയടയാളം സഖാവ് പട്യത്തിന്റെ നാടിനകത്ത് ഇനിയും ഉറക്കെ വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ഇൻകുലാബിന്റെ ധ്വനികൾ വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചു വിളിച്ചുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയെയും ഈ പക്ഷത്തെയും മതനിരപേക്ഷതയെയും ഈ നാടിനെയും രക്ഷിക്കാനുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടി ഈ ദിനത്തെ നമുക്ക് വീണ്ടും അനുസ്മരിക്കാം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.